കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മിത്ര കോളേജ് വിട്ട് വന്നതിന് ശേഷമാണ് ആരിനെ സംഭവിച്ചതിനെ കുറിച്ചൊക്കെ അറിയുന്നത്. മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ആരിനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പം ആരും വലിയ മൈൻഡില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോവുക ചെയ്തേ. മിത്രയ്ക്കാണെങ്കിൽ അതിനേക്കാൾ സങ്കടം. ഈ സമയം ആരിനങ്ങ് പോയ ഉടനെ തന്നെ മീനാക്ഷിയും ആനന്ദ് ചേർന്ന് മിത്രനെ ആശ്വസിപ്പിക്കുകയാണ്. സാരമില്ല, പോട്ടെ, ഇനിയിപ്പൊ എന്താണെങ്കിലും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഒരു കാരണവശാലും ഇനിയിപ്പം അലോകോ അവന്റെ ഗുണ്ടകളോ ഇനിയിപ്പൊ ആന്റെ മേലെ കൈവെക്കലെന്ന് ആനന്ദ് ഉറപ്പ് കൊടുക്കുകയാണ്. ഇതൊന്നും കേട്ടിട്ട് മിത്രയ്ക്ക് അങ്ങോട്ട് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. താൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് വല്ലാത്ത വേദനയായിരുന്നു. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ആരും മുറിയിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് മിത്ര എന്നിട്ട് പറഞ്ഞു, ഞാൻ കാരണമല്ലേ, എല്ലാത്തിനും ഞാനാ കാരണക്കാരി. അതെ, ഞാൻ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറയാൻ പോവാന്ന് പറയാം. ഇത് കേട്ടത് ആര്യം പറഞ്ഞു, വേണ്ട, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയാ. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറ്റവാളി അമ്മയാവും. അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയാ. എന്നാലും ആര്യ, ദൈവത്തെ ഓർത്ത് നീ എനിക്ക് ഇച്ചിരി മനസമാധാനം തന്നാൽ മാത്രം മതി എന്ന് പറയാം. ആര്യ, എങ്ങനെയുണ്ട് ഇപ്പൊ, വേദന കുറവുണ്ടോന്ന് ചോദിക്കുക. അതെ, വേദനയൊക്കെ കുറവുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ എന്താ പറയണേ? പിന്നെ ഇത്രയും വലിയ ചത കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേദന ഇല്ലാതിരിക്കോ? ഈ സമയം ഇത്ര പറഞ്ഞു, അത് ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അന്നെങ്കിൽ ഞാൻ അലോകിനെ ഒന്ന് കാണാനായിട്ട് പോവാം. അലോകിന് 2 കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടത്തില്ലെന്ന് പറയാം. ഇത് കേട്ടത് പെട്ടെന്ന് ആര്യം പറഞ്ഞു, നീ ആയിട്ടൊരു പ്രശ്നം ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അവനാണെങ്കിൽ എന്നെ കണ്ടിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? നിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ല എന്നെ തല്ലിയത്, ആ സ്വർണത്തെക്കുറിച്ച് പറഞ്ഞ. അതിനർത്ഥം എന്താ? നിന്നെ അവന് വേണ്ട, അല്ലെങ്കിൽ നിന്നെ അവൻ അത്രമാത്രം സ്നേഹിക്കുന്നുള്ളൂ. അവന് വേണ്ടത് സ്വർണവും പണോ, അത് മാത്രം അവൻ ആവശ്യപ്പെട്ടേന്ന് പറയാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പം മിത്രയ്ക്ക് വല്ലാത്ത വിഷമായിപ്പോയി. താൻ കാരണമാണല്ലോ ആ നീ ചതയെല്ലാം മേടിച്ച് എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് മിത്രയുടെ ആര്യം പറഞ്ഞു, അതെ, മിക്കവാറും ഞാൻ ഇന്ന് ടെറസയിലായിരിക്കും കിടക്കാൻ പോകുന്നത്. നീ ഇവിടെ കിടന്നോളാൻ പറയാണ്. അല്ല, അതെന്താ, വയ്യാതിരിക്കുന്നല്ലേ, ഇവിടെ കയറി കിടന്നോളാൻ പറയാ. വേണ്ട, ഞാൻ ഇവിടെ കിടക്കുന്നില്ല, ഞാൻ അവരുടെ കൂടെ ടെറസയിൽ കിടന്നോളാന്ന് പറയാണ്. പിന്നീട് മീനാക്ഷിയും ആകാശും ധർമ്മനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ആനന്ദമുണ്ട്. ഈ സമയം ആനന്ദ് പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാലില്ല, എന്തേലും ചെയ്യണ്ടേന്ന് ചോദിക്കാം. ഈ സമയം ആകാശ് പറഞ്ഞു, ശരിയാ, അലോക് അവനിട്ട് 4 കൊടുക്കണം, എന്നാലേ എനിക്കൊരു സമാധാനം ആകത്തുള്ളൂ എന്ന് പറയും. ഈ സമയം മീനാക്ഷി പറഞ്ഞു, അതിന്റെ കാര്യമുണ്ടോ, വെറുതെ എന്തിനാ നമ്മൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ പുറപ്പെടുന്നെന്ന് ചോദിക്കാം. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, ദേ ആകാശ, നീ 2 കൊടുത്താൽ പോലും എനിക്കും തോന്നത്തില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ചേട്ടന്റെ മോന് അവന്, പക്ഷെ അവന്റെ കയ്യിലിപ്പ് അത്ര നല്ലതല്ല. അതുകൊണ്ട് 4 കൊടുത്താലും ഞാനൊന്നും ഒരു തെറ്റും പറയത്തില്ല എന്ന് പറയാം. ഇത് കേട്ടിട്ട് മീനാക്ഷി പറഞ്ഞു, ആഹാ, കൊള്ളാലോ, അത് നല്ല കഥയാണല്ലോ എന്ന് പറയാം. ഈ സമയം ആനന്ദൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. മീനാക്ഷി പറഞ്ഞു, അതെന്താ ആനന്ദേട്ടനൊന്നും മിണ്ടാത്തെന്ന് ചോദിക്കാം. അതെ, ഇവരാരും കൊടുത്തില്ലെങ്കിൽ ഞാനായിരിക്കും അവനിട്ട് കൊടുക്കാൻ പോകുന്നത്. എന്റെ അനിയന്റെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നിയോന്ന് ചോദിക്കുകയാണ്. ആകാശ് പറഞ്ഞു, അങ്ങനെ പറ, ഇതാണ് നല്ല കാര്യം. ഇപ്പൊ മനസ്സിലായില്ലേ? ഒന്നിനും പോകാത്ത ആനന്ദേട്ടൻ വരെ ഇത്ര ദേഷ്യപ്പെടണമെങ്കിൽ അതിനർത്ഥം എന്താ? ഈ സമയം ആകാശം അങ്ങോട്ട് കയറി വരും. ആകാശം ആര്യനെ അങ്ങോട്ട് കയറി വരുവാണ്. ആര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി, ആഹാ, ആര്യം വന്നല്ലോ, നിന്നെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ കുറിച്ചോ? അതെ, ദേ നിന്നെ തല്ലിയവന്റെ കൈ തല്ലി ഓടിക്കുന്നൊക്കെ ഇവിടെ പറയുന്നത് പറയണം. ഇത് കേട്ടതും ആര്യം പറഞ്ഞേ, അതിന്റെ ഒന്നും കാര്യമില്ലെന്ന് പറയാം. പെട്ടെന്ന് ധർമ്മം പറഞ്ഞു, അതെന്താടാ അങ്ങനെ പറഞ്ഞു? വേണ്ട, നമ്മളായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കാൻ പോകണമെന്ന് പറയാം. ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, അതെ, അങ്ങനെ പറഞ്ഞു കൊടുക്കാര്യ, ഒരു തവണത്തേക്കോ നമുക്ക് ക്ഷമിക്കല്ലേ എന്ന് ചോദിക്കാം. ഈ സമയം ആകാശ് പറഞ്ഞു, അങ്ങനെ അങ്ങ് ക്ഷമിക്കാൻ ഞങ്ങൾ കൂട്ടാക്കിയിട്ടില്ല എന്ന് പറയാണ്. ആര്യം പറഞ്ഞു, ഇപ്പൊ വേണ്ട, ഇപ്പൊ ഒന്നും ചെയ്യാനൊന്നും പോണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇതേ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഈ മുറിവ് ഒന്ന് കരിഞ്ഞു കഴിയുമ്പോൾ അവർക്കിട്ടുള്ള പണി എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. അതിനുശേഷം ഞാൻ എന്താന്ന് തീരുമാനം പറയാം. അതിനുശേഷം എടുത്തിയാടി എന്തെങ്കിലും ചെയ്താൽ മതി. ഇപ്പോൾ തക്കാലത്തേക്ക് ഒന്നും അനങ്ങാൻ പോകണ്ടെന്ന് പറയാം. പായം തലവണയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ ചോദിച്ചു, ധർമ്മം ചോദിച്ചു, ഇതെന്താടാ നീ ഇവിടെ കിടക്കാനുള്ള പ്ലാന്? അല്ല പിന്നെ, ഞാൻ മിത്രയോട് ചോദിച്ചു ഇതിനെക്കുറിച്ച് ഇവിടെ കിടന്നോട്ടേന്ന്. അപ്പൊ ധർമ്മം പറഞ്ഞു, കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇന്നലെ ഇത് തന്നെ ആളെ ആവർത്തിച്ചെന്ന് പറയാം. അല്ല, അത് പിന്നെ ഞാന് ഇന്നാണെങ്കിൽ എനിക്ക് കാറ്റും വെളിച്ചോ കൊണ്ട് കിടക്കാലോ, അതുകൊണ്ട് നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങാൻ ചെയ്യാലോ. അപ്പം മിത്ര ഇവിടെ കിടന്നോളാൻ പറഞ്ഞു പറയാം. ഇത് കേട്ടത് ആകാശ് മീനാക്ഷിയോട് പറഞ്ഞു, അതാ ഞാനും കൂടെ ഇവിടെ കിടന്നുറങ്ങിക്കോട്ടെ നിൽക്കുക. ഇത് കേട്ടത് ആനന്ദ് പറഞ്ഞു, എന്തിനാടാ, നിനക്ക് നിന്റെ മുറിയിൽ പോയി കിടന്നുറങ്ങല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് കിടക്കാൻ ഒരു ബൂതി എന്ന് പറയാ. ധർമ്മം പറഞ്ഞു, കൊള്ളാലോടാ നിന്റെ ബൂതി. അതെ, ഒരു കാര്യം ചെയ്യുക, ഇന്ന് ഒറ്റ ദിവസത്തിന് മാത്രം കിടന്നോളാനായിട്ട് മീനാക്ഷി പറയണം. ഇത് കേട്ടതും ആകാശിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവരവിടെ കിടക്കുവാണ്. ഈ സമയം മീനാക്ഷി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മിത്ര മുറി സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു.
മിത്രയുടെ എന്നിട്ട് പറഞ്ഞ് സങ്കടപ്പെടണ്ട കേട്ടോ, എല്ലാം ശരിയാവുമെന്ന് പറയാണ്. എനിക്ക് അറിയത്തില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ തന്നെ കണ്ടില്ലേ പാവ ആര്യൻ, ഞാൻ കാരണമല്ലേ ഇത്രയും വേദനകളും വിഷമങ്ങളൊക്കെ സഹിക്കുന്നേ. എല്ലാ സത്യങ്ങളും എല്ലാവരും തുറന്നു പറഞ്ഞാലോ എന്ന് ഒരാലോചന ഉണ്ടെന്ന് പറയാം. വേണ്ട മിത്ര, അത് അപകടത്തിന് വഴി തെളിക്കുമെന്ന് പറയാം. അതെ, അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആ സ്വർണത്തിന് കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയാം. എങ്ങനെ? ഇത് കേട്ടത് മീനാക്ഷി, നമുക്കൊരു പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ? ഏയ്, അതൊന്നും ശരിയാവും തോന്നില്ല ചേച്ചി. പോലീസ് കംപ്ലൈന്റ് കൊടുത്താൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമോ. ഞാൻ എന്റേതായ വഴിക്കൊന്ന് നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോന്ന്. എന്തേലും ചെയ്യണം എങ്കിൽ മാത്രമേ ഇനിയിപ്പം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇനി അലോക് ആന്റെ നില പൊക്കാനായിട്ട് ഇടയാവരുത്. ഈ സ്വർണത്തിന്റെ പേര് പറഞ്ഞാണല്ലോ തല്ലിന്ന്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷി പറഞ്ഞു, ഇപ്പൊ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്, സങ്കടപ്പെടണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്കും കൂടെ ഇറങ്ങി പോവാ. ഇത് കേട്ടത് മിത്രയ്ക്ക് സഹിച്ചില്ല. മിത്ര എന്നിട്ട് മുറിയിലേക്ക് ആലോചിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഈ സമയം ഗോമതി നല്ല ഉറക്കത്തിലായിരുന്നു. ബാലന് കിടന്നിട്ട് ഉറക്കം കൂടെ വരുന്നില്ല. ബാലൻ പതുക്കെ എഴുന്നേറ്റു. നോക്കി ഗോമതി നല്ല ഉറക്കുക. നേരെ ടെറസിലേക്ക് വരുവാണ്. ടെറസിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നോക്കിയപ്പോ എല്ലാരും ഇങ്ങനെ മത്തി അടിക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുക. അപ്പൊ സൈഡിലാ ആരും കിടക്കുന്നേ. ആന്റെ അടുത്തേക്ക് എന്നു ആന്റെ കയ്യിൽ എടുത്ത് പതുക്കെ ഒരു ഉമ്മ കൊടുക്കണം. പിന്നെ ആ മുടിയിലൊക്കെ പതുക്കെ ഇങ്ങനെ തലോടി. കാരണം ബാലന്റെ ഉള്ളിലെ ആ വേദന, തന്റെ മകനോടുള്ള ആ സ്നേഹം, അത് എത്ര ആഴത്തിലുള്ളതാന്ന് ആ സമയത്ത് ആരും തിരിച്ചറിയായിരുന്നു. ആന്യം മനസ്സിലായി തന്റെ അടുത്ത് അച്ഛൻ വന്നെന്നൊക്കെയുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുറെ സമയം കൂടെ ആന്റെ അടുത്ത് ബാലൻ ഇരിക്കുവാണ്. ഈ സമയം ഉറക്കം എഴുന്നേറ്റ ഗോമൻ നോക്കുമ്പോ ബാലിനെ കണ്ടില്ല. അങ്ങനെ എഴുന്നേറ്റ് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. ആര്യന്റെ അടുത്തിരുന്ന് ആര്യന്റെ മുടിയിഴകളിൽ തലോടുന്ന ബാലനെ കണ്ടത്. പെട്ടെന്ന് ഗോമതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. പിന്നീട് ബാലൻ കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ബാലൻ കാണാതെ ഗോമതി മുറിയിലേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. അങ്ങനെ ബാലൻ പോയ ഉടനെ തന്നെ ആരും ഞെട്ടി എഴുന്നേറ്റ് നോക്കുവാണ്. ആന്യം മനസ്സിലായി. ആന്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞു വന്നു. അച്ഛൻ തന്നെ ഇത്ര സ്നേഹിക്കുന്നുണ്ട്, അച്ഛന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് ആന്യം മനസ്സിലായി. തന്നെ അലോകടിച്ച് ഒരിക്കലും അച്ഛന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് മിത്ര ഉറങ്ങാതെ മുറിയിലിരിക്കുക. മിത്ര പിന്നീട് പോയി അലമാര തുറന്നു. അതിനകത്ത് ആ കൃഷ്ണന്റെ ചെറിയ വിഗ്രഹം ഉണ്ടായിരുന്നു. അത് അച്ഛമ്മ കൊടുത്ത ഇതാണ്. അപ്പൊ ആ വിഗ്രഹം എടുത്തിട്ട് എന്റെ കൃഷ്ണ എന്തിനാ ഇങ്ങനെ, എനിക്കൊരു പരീക്ഷണം. ഞാൻ പോരുന്നതിന് മുമ്പ് എന്റെ അച്ഛമ്മ എനിക്ക് തന്നതാ. അതിനുശേഷം എന്റെ ജീവിതത്തിൽ കുറെ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത്. നിന്നോടല്ലാതെ എനിക്ക് മറ്റാരോടും പരാതി പറയാനായിട്ടില്ല. അറിയാലോ എന്റെ ജീവിതം എങ്ങനെയാ ഇപ്പൊ എത്തി നിൽക്കുന്നത്. എനിക്ക് പോലും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. നീ ആയിട്ട് എനിക്കൊരു വഴി കാണിച്ചു തരണം, ഇല്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാണ്ട് സാധിക്കില്ല. ഇതും പറഞ്ഞുകൊണ്ട് മിത്ര അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ അനുസരി ഒരു കോഫിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കുവാണ്. ഈ സമയത്താണ് മിത്ര അങ്ങോട്ട് വരുന്നത്. മിത്രയെ കണ്ടത് അനുസരി ഓടിപ്പോയി ചോദിച്ചു, അല്ലേ ചേച്ചി ആര്യചേട്ടൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കുഴപ്പമില്ല, കുറവുണ്ടെന്ന് പറയാം. അല്ല മിത്രേച്ചി എന്ത് തീരുമാനിച്ചു? അല്ലെ എന്താ? അല്ല ആര്യചേട്ടൻ ഇങ്ങനെ തല്ലിച്ചാച്ചാ അവരെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? ആ അലോകേട്ടനെ. ഇത് കേട്ടത് മിത്ര പറഞ്ഞു, അതെ അതേക്കുറിച്ചൊന്നും ഓർത്ത് മോൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ മിത്ര വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. എന്ത് ചെയ്യണം നീ മിത്രയ്ക്ക് അറിയാന്ന് പറയാം. ഇത് കേട്ട അനുസരിച്ച് പറഞ്ഞു, അങ്ങനെ വേണം ചേച്ചി. ആര്യഞ്ചേട്ടന്റെ നേരെ കൈ പൊക്കിയോണ്ട് കൈ തല്ലി ഓടിക്കുക വേണ്ടതെന്ന് പറയാം. പെട്ടെന്ന് മിത്ര പറഞ്ഞു, അതെന്തേലും നമുക്ക് ചെയ്യാം, മോള് ധൈര്യമായിട്ടിരുന്നു. ഇനി ഒരു കാരണവശാലും ആരും അവന്റെ നിരക്ക് കൈ പൊക്കില്ലെന്ന് പറയാം. എനിക്ക് എന്ത് സങ്കടമാണെന്നറിയോ, പാവം ആര്യഞ്ചേട്ടൻ. അതുകൊണ്ട് ആര്യഞ്ചേട്ടൻ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ എല്ലാവർക്കും സങ്കടമാവും എന്ന് പറയാണ്. മിത്ര അന്ന് മോളോർത്ത് സങ്കടപ്പെടണം കേട്ടോ. മോള് പൊക്കളാൻ പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് മിത്ര സിറ്റൗട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ ആകാശം മീനാക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പൊ മീനാക്ഷി കോലം പഠിച്ചുകൊണ്ടിരിക്കുക. ആകാശ് ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. പിന്നീട് കോലം പഠിച്ചിട്ട് മീനാക്ഷി എങ്ങനെയുണ്ട്? കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ കഴിവിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു? അല്ലേലും എന്റെ ഭാര്യയ്ക്ക് അപാര കഴിവ് തന്നെയാന്ന് പറയാണ്. ഇത് കേട്ട മീനാക്ഷി പറഞ്ഞു, ഒന്ന് പോവാ ആകാശേട്ടാന്ന് പറയാം. സത്യമായിട്ടുള്ള കാര്യമല്ലേ, ഞാൻ കള്ളത്തിലൊന്നും പറഞ്ഞില്ലോ എന്നും പറഞ്ഞിട്ട് ആകാശം മീനാക്ഷിയോട് സംസാരിക്കുക. അപ്പൊ മീനാക്ഷി ഓരോന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആ റൊമാൻറ്റിക് സീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഫീലിങ്സ് മിത്രയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഒരുപക്ഷെ താനും ആരിനെ സ്നേഹിച്ച വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ താനും ആരിനും കൂടെ ഇഷ്ടപ്പെട്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കുമല്ലേ. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്തോ ഒരു ഫീലിങ്സ് തോന്നി മിത്രയ്ക്ക്. മിത്ര വേഗം മുറിയിലേക്ക് ചെല്ലുവാണ്. പാനിങ്ങനെ ബെഡേ ഇരിക്കുന്നു കണ്ടു. പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല എങ്ങനെയുണ്ട്, ഇപ്പൊ കുറവുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ആരും പറഞ്ഞ, അതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സെന്റിയായിട്ട് നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അതെ നിനക്കറിയാലോ ഒറ്റ ദിവസം കൊണ്ട് കുറയില്ലാന്ന്. പിന്നെ കാരണം ഉണ്ടാക്കി ഓരോന്ന് ചോദിക്കണ്ട. നീ നിന്റെ കാര്യം നോക്കിയാൽ പോയാൽ മതി. നിന്റെ കഴുത്തിൽ ഒരു താലി ചാർത്തി നിർത്തോണ്ട് നിന്റെ ഭർത്താവൊന്നും ആവുന്നില്ല ഞാൻ. നിനക്കറിയാലോ അത് എന്നെക്കാളും കൂടുതലായിട്ട് നിനക്കറിയാന്ന് പറയാം. അല്ല അത് പിന്നെ ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട.
അമ്മയുടെ നിർബന്ധം മൂലം ഞാൻ നിന്റെ കഴുത്തിൽ താലി ആർത്തിയത്. അതിന്റെ പേരിൽ ഇനി ഒരു പ്രശ്നം കൂടെ വേണ്ടെന്ന് പറയാം. അതുകൊണ്ട് നീ എന്നാ വെച്ചാൽ ചെയ്യുക. നിന്റെ പാട് നോക്കി പോകാൻ പറയാണ്. കൂടുതൽ സുഖവരം അന്വേഷിച്ച എൻ്റെ കൂടെ വരണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടും കൂടെ പോവാ. മിത്രയ്ക്കും വല്ലാത്ത സങ്കടമായിപ്പോയി. ഈ സമയം ബാലൻ പുറത്ത് കടയിൽ പോയിട്ട് വരുന്നേ. ബാലൻ കൊണ്ടിട്ട് കുറച്ച് മാതളനാരങ്ങ നേരെ ഗോമതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇതെന്താ ബാലേട്ടാ? അതെ, ആരിന് ജ്യൂസ് അടിച്ചു കൊടുക്ക്. ശരീരം മുഴുവനും വേദനയൊക്കെ ആയിട്ടിരിക്കുന്നതല്ലേ, പിന്നെ ബ്ലഡ് ഉണ്ടാകാനും സഹായിക്കുമെന്ന് പറയാം. ഇത് കേട്ടതും ഗോമതി പറഞ്ഞു, ആഹാ കൊള്ളാലോ എന്ന് പറയണം. അത് പിന്നെ എൻ്റെ മോനല്ലേടി അവന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറയണ്ടെന്ന് പറയാം. അതെന്താ? അത് ശരിയാകത്തില്ല. ഇത് കേട്ടൻ ഗോമതി പറഞ്ഞു, ഞാൻ പറയും. ഞാൻ ബാലേട്ടൻ വാങ്ങിച്ചോണ്ട് വന്നാന്ന് പറഞ്ഞിട്ട് ഞാനിത് ജ്യൂസ് അടിച്ച് കൊടുക്കോളെന്ന് പറയാം. ഈ സമയത്താണ് ആര്യൻ എല്ലോടെ വരുന്നത്. ആര്യൻ പെട്ടെന്ന് അവിടെ വന്നപ്പോൾ ഗോമതി പറഞ്ഞു, ആഹാ ആര്യന് ഇങ്ങോട്ട് വാ. ഇതേ അച്ഛനാണ് മാതളനാരങ്ങ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, നിനക്ക് ഞാൻ ജ്യൂസ് അടിച്ചു തരാന്ന് പറയാണ്. പെട്ടെന്ന് ആര്യൻ അങ്ങോട്ട് പാസ് ചെയ്ത് പോകാൻ നേരത്ത് ആൻ്റെ കാല് തട്ടി വീഴാൻ തുടങ്ങി. ബാലൻ കയറി പിടിക്കുകയാണ്. ആൻ്റെ കൈ ചെന്നിട്ട് ആ ടേബിളിട്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ബാലൻ പറഞ്ഞു, നോക്കി നടക്കണ്ടേ, പലയിടത്തും നോക്കി നടന്നോളൂ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന്റെ മുഖത്തേക്ക് ഗോമതി നോക്കുകയാണ്. ആര്യന് മനസ്സിലായി തന്നെ അച്ഛൻ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. താൻ എത്ര തെറ്റ് ചെയ്താലും എത്രമാത്രം അച്ഛൻ തന്നെ സ്നേഹിക്കുന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ബാലൻ പറഞ്ഞു, അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് ആ സ്വർണം തിരിച്ചു കൊടുക്കണം. ആ സ്വർണം തിരിച്ചു കൊടുക്കാനുള്ള എന്തേലും വഴി നിന്റെ മനസ്സിലുണ്ടോ? ആ സ്വർണം മോഷ്ടിച്ചാണ് അങ്ങനെ പറ. എവിടെയാലും മോഷ്ടിക്കപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമുക്ക് പോലീസ് കംപ്ലൈന്റ് കൊടുക്കാന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് മറുപടി പറയാമെന്നറിയത്തില്ലാതെ ആരും നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.